ഹലോ. ഞാനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവാണ്. എൻ്റെ ചെറിയൊരു ട്രാവൽ വിശേഷമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. മോസ്റ്റ്ലി ഞാൻ കാറാട്ടോ പ്രിഫർ ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, കയ്യിലൊരുപാട് കാശുള്ളത് കൊണ്ടൊന്നുമല്ല കേട്ടോ. കാശ് കുറവായതുകൊണ്ടാണ്. ഞാൻ ഒറ്റയ്ക്കൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സാണ് എടുക്കാറുള്ളൂ. അതായിരുന്നു നല്ലത്. അല്ല, എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ ഫ്ലൈറ്റ്സ് എടുക്കും. അതല്ല, ഫാമിലിയോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കാറാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ആ ബസ് ടിക്കറ്റിൻ്റെ പകുതി അല്ലെങ്കിൽ അത്രയും കൊടുക്കണ്ട, നമുക്ക് പെട്രോളോ ഡീസലോ അടിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് പോയി വരാൻ പറ്റും. നമുക്ക് ചെറിയ ബ്രേക്കൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഡേ ടൈം ആണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാറിന് പോകുമ്പോൾ. കാരണം ആ റോഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എത്ര പേർക്ക് അറിയും എന്ന് എനിക്കറിയില്ല, ഹൊസൂർ കഴിയുമ്പോൾ ഒരു ചെറിയൊരു ടേണിംഗ് ഉണ്ട്. ആ ടേണിംഗ് എടുത്താൽ ഒരു പുതിയ ഹൈവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ സേലത്ത് വന്നത് ചാടും. ഞങ്ങളിപ്പോൾ ആ റൂട്ടാണ് പോകാറുള്ളത്. ബസ്സൊക്കെ ഓൾറെഡി ആ റൂട്ടിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരുപാട് ട്രാഫിക്കൊന്നും ആയിട്ടുള്ള നല്ല സുഖമായിട്ട് ആ വഴി നമുക്ക് പോകാം. ഇതൊക്കെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ടീ ഷോപ്സാണ് അവിടുത്തെ. ഞങ്ങൾ അവിടെ കയറി ഒരു പപ്സും ചായയും ഒരു ചെറിയ കേക്കൊക്കെ കഴിച്ചു. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ എനിക്ക് ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായി. രാവിലെ ഒരു 3 ഇഡ്ഡലി കഴിച്ചിട്ട് പോയി. തിരിച്ച് 1 മണിയാകുമ്പോഴേക്ക് എത്തി. അത് കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് ഒരു 3 മണിയായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 5 മണി ആയിരുന്നു. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ചപ്പോൾ പിന്നെ കുറച്ച് സമാധാനമായി. അതൊക്കെ കഴിഞ്ഞ് കണ്ടു. ഈ റോഡൊക്കെ കണ്ട് എന്ത് രസമാണെന്ന് അറിയാം. അവിടെ ഒരുപാട് കൃഷികളുണ്ട് കേട്ടോ. ആ റോഡിൽ പൂക്കളും അതൊക്കെ ആയിട്ട് ഭയങ്കര നല്ല കൃഷികളൊക്കെ ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. ഇത് വിൻഡ് മിൽസിൻ്റെ വിങ്സാണ്. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും വലുതാണോ? ഈ അറ്റത്ത് കാണുമ്പോൾ നമുക്ക് കുഞ്ഞു സാധനമായിട്ടാണല്ലോ തോന്നുന്നത്. ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഇത് ഭയങ്കര രസമായിട്ട് ഇതിങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. പക്ഷേ ഇവർ നൈറ്റ് ടൈം മാത്രമാണ് ഇവർ എടുക്കാറുള്ളൂ. ഒരു ആഫ്റ്റർ 2 o'clock ഒക്കെ ആകുമ്പോൾ തോന്നുന്നു ഇവരത് മൂവ് ചെയ്യാറുള്ളൂ. അതും 10 കിലോമീറ്റേഴ്സാണ് ഈ വണ്ടി ഓടുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്തിടും. പിന്നെ അടുത്ത ദിവസം രാത്രിയാണ് അവരത് അവിടെ നിന്ന് മൂവ് ചെയ്യുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോയി. പിന്നെ രാത്രി 7 മണിയൊക്കെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ സ്റ്റാർ ബിരിയാണിയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കോയമ്പത്തൂരിന് മുൻപാട്ടോ സ്റ്റാർ ബിരിയാണി. നല്ല ബിരിയാണിയാണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ടും കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ വരുമ്പോഴും ഈ ബിരിയാണി മസ്റ്റായിട്ട് കഴിക്കാറുണ്ട്. അത് വേറൊരു ഓപ്ഷനിലേക്ക് മാത്രമാണ് ഞങ്ങൾ വേറെ എന്തെങ്കിലും കഴിക്കാറുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. കാരണം ആ ഒരു വഴിയിൽ മാത്രമാണ് എനിക്ക് ഇത്ര ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ സ്റ്റാർ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഒരു ചിക്കൻ 65 ഒക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ ഭയങ്കര സമാനമായിട്ട് കഴിച്ചപ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമായിപ്പോയി. കാരണം രാവിലെ മുതൽ വരെയൊക്കെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് നമ്മളതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് നമ്മളത് ഇവിടെ എത്തി. കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ചായ കുടിച്ചു. ഒരു കോഫി, ചായയല്ല കോഫിയാട്ടോ കുടിച്ചത്. കോഫി ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഉറക്കം നമുക്ക് പെട്ടെന്ന് വരില്ല. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 12:30 1 o'clock ഒക്കെ ആയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പാലക്കാടൊക്കെ എത്തിയപ്പോഴേക്കും നല്ല മഴ തുടങ്ങി കേട്ടോ. ആ ഒരു കേരളത്തിലെത്തിയതും മഴയും തുടങ്ങി, നല്ല ബ്ലോക്ക് തുടങ്ങി. ഒന്നും പറയാനില്ല. പിന്നെ നമ്മളൊന്ന് സമാധാനമായിട്ട് റിലാക്സ് ചെയ്യുന്ന സ്ഥലം ഇതാണ് ട്രാവൽ ലോഞ്ച്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരുപാട് പേർക്ക് അറിയാം. ഇവിടെ ടീ അവൈലബിളാണ്, ഒരുപാട് സ്നാക്സ് അവൈലബിളാണ്. മാത്രമല്ല നമുക്ക് റിഫ്രഷ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാൻ പറ്റും. വാഷ്റൂം യൂസ് ചെയ്യാം. നമുക്കൊന്ന് ഉറങ്ങി എണീച്ച് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല രസം, നല്ല സമാധാനം. ഇവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര ആശ്വാസമാണ്. അതുമാത്രമല്ല എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ടീ സ്റ്റോൾ പോലെയുണ്ട്. അത് മോർണിംഗ് മാത്രമാണ് ഉള്ളൂ. അവിടെ അത്യാവശ്യം നല്ല നമ്മുടെ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അവിടെ രാവിലെ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇത് ഫുൾ ടൈം ഓപ്പൺ ആണ്. നല്ല രസമായിട്ട് ഇവിടെ ഒന്ന് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പകുതി ആശ്വാസം കിട്ടും. കാരണം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഗേൾസിന് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല വാഷ്റൂമൊന്നും കിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര ആശ്വാസമായിട്ടൊന്ന് അവിടെ കുറച്ചൊരു സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മൂവ് ചെയ്ത് കണ്ടോ, റോഡൊക്കെ മാറി. ഫുള്ള് മഴ, ഫുള്ള് ഖട്ടറ്. കേരളത്തിൽ വന്നാൽ ഇത്രയും നേരം നല്ല റോഡായിരുന്നു. കേരളത്തോട്ട് കയറിയപ്പോൾ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറി. പിന്നെ നല്ല ബ്ലോക്ക് വന്നു. അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഭയങ്കര ടയേർഡായി. ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ സത്യം പറഞ്ഞാൽ 3 മണിയായിട്ടോ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ രാത്രി. അത്രയും ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ പാലക്കാട് കഴിഞ്ഞപ്പോൾ. ഇതാണ് എൻ്റെ ട്രാവൽ വിശേഷം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.